friends, welcome to I Choose New World. ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇഫ്താറിനൊക്കെ എല്ലാ ദിവസവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഈ ഉള്ളിവട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 സവാള ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഉള്ളിവടക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അധികം ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു പാകത്തിന് വേണം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യാനായിട്ട്. ഈ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഈ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. നമ്മൾ ഉള്ളിവടക്ക് ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സവാളയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളിവടക്ക് കടലമാവല്ല മുന്നിട്ട് നിൽക്കേണ്ടത്, സവാളയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ പിടിക്കാൻ കിട്ടണം. ഈ ഒരു പാകത്തിന് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ചൂടായാൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലൊരു ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട വെന്തിട്ട് ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.